ഹലോ, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഉള്ളി സാമ്പാറാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചു. കായം ഇട്ട് മൂത്ത ശേഷം അതിലേക്ക് നാളികേരം, ഉള്ളി, കറിവേപ്പില ഇവ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പരിപ്പ് വയ്ക്കുമ്പോൾ നമുക്ക് അല്പം വെളുത്തുള്ളി ചേർക്കണം നല്ലതാണ്. അപ്പം നമുക്കിതിലേക്ക് 2 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പൊടിക്കാത്ത മല്ലി, മുഴുവൻ മല്ലി ഒരു സ്വല്പം ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുഴുവൻ മല്ലി ചേർത്ത സാമ്പാറിന് നല്ല മണമാണ് കേട്ടോ. ഇനി നമുക്ക് അല്പം ഉലുവിട്ട് കൊടുക്കാം. ഇതിന് നല്ലപോലെ നമുക്ക് വറുത്തെടുക്കാം. നല്ലപോലെ തേങ്ങ മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം മല്ലിപ്പൊടിയും എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം മഞ്ഞൾപ്പൊടി ഞാൻ പരിപ്പ് വേവിക്കുമ്പോൾ അതിലാണ് ഇട്ടിടുക. അപ്പോൾ ഇത് നല്ലപോലെ മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്കിത് ഇറക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പരിപ്പും ഉള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടി വേവിക്കാനായിട്ട് വയ്ക്കാം. വെന്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് വെന്ത് വന്ന ശേഷം ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി അതിലേക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളിക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയാണ് ഞാൻ ചേർത്തത്. അപ്പോൾ പുളി പോരാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പുളിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു സ്വല്പം ശർക്കര, ഒരു പൊട്ട് ശർക്കര ചേർക്കുന്നത് സാമ്പാറിൽ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ശർക്കര ചേർത്തു. അപ്പോൾ പുളി പോരാൻ തോന്നിയപ്പോൾ ഞാൻ കുറച്ച് പുളിയും കൂടിയും ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ലപോലെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പൊഴിച്ച് കൊടുത്തു. ഇനി അരപ്പൊഴിച്ച് നല്ലപോലെ ഒന്ന് വെന്ത് വരണിട്ട് അരപ്പ് നല്ലപോലെ വേവണം കറിയിൽ, എന്നാലേ ആ കറിക്ക് ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒഴിച്ച് കൊടുത്തു. നല്ലപോലെ തിളച്ച് വന്നു. അപ്പോൾ നല്ലപോലെ അരപ്പെല്ലാം വെന്ത് തിളച്ച് വന്നപ്പോൾ നമുക്കിതിലേക്ക് സ്വല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മല്ലിയിലയും വേപ്പിലയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നു കഴിയുമ്പോൾ നമുക്കിത് ഇറക്കി മാറ്റി വയ്ക്കാം. അതിന് ശേഷം ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. ഉലുവിട്ടു. കടുകിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മൂത്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് സ്വല്പം മുളക് പൊടി, ഇനി കായത്തിൻ്റെ മണം രുചിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അല്പം കായപ്പൊടിയും കൂടിയും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അല്പം കായപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ മൂത്ത് വരെ ഇളക്കി കൊടുക്കാം. നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഉള്ളി സാമ്പാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളി സാമ്പാർ റെഡി.